നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ളവരാണ്. പേഴ്സണാലിറ്റി ടൈപ്പുകൾ തന്നെ പലതരത്തിലുണ്ട്. ഇക്കൂട്ടത്തിൽ തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒന്നാണ് ലോൺ വോൾഫ് എന്നറിയപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ടൈപ്പ്. പലപ്പോഴും ഇൻട്രോവേർട്ട് എന്നൊരു കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടുന്ന ഒന്നാണ് ഈ ലോൺ വൂൾഫ് എന്ന് പറയുന്നത്. എന്താണ് ലോൺ വൂൾഫ് എന്ന് പറഞ്ഞാൽ? ഏകനായ ചെന്നായ എന്നാണ് നമ്മുടെ മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ചെന്നായയുടെ സ്വഭാവം എന്നാണ് ഈ ഒരു പേഴ്സണാലിറ്റി ടൈപ്പുകാരെ വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ലോൺ വോൾഫ് പേഴ്സണാലിറ്റി ഉള്ളവരുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് they prefer solitude over social gathering. അതായത് തനിച്ചിരിക്കാനാണ് അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ള ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ആളുകളുടെ ഇടയിലായിരിക്കുന്നതിനേക്കാൾ തനിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കൂട്ടർ ഇൻട്രോവേർട്ട് ആണ് എന്ന് ഉള്ള ഒരു പൊതുവെ ഇവരെ കരുതുന്ന ഒരു ഇതിലേക്ക് മാറുന്നത്. പക്ഷെ ഇൻട്രോവേർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് മറ്റുള്ളവരോട് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. ഇവർക്ക് തനിച്ചിരിക്കാൻ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ സ്വന്തമായ കാര്യങ്ങളിലൊക്കെ കൂടുതലൊന്ന് ഫോക്കസ് ചെയ്യാൻ, ഒരു സെൽഫ് റിഫ്ലക്ഷന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്വയം ഒന്ന് റീചാർജ് ഒക്കെ ചെയ്യാനാണ്. മറ്റുള്ളവരുമായിട്ട് ഒരുപാട് ഇടപെടാതെ അവനവന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ഈ കൂട്ടർക്കുള്ളത്. അവരുടെ ഒരു ഇമോഷണൽ അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരു മെന്റൽ വെൽബീയിങ്ങിനൊക്കെ ഈ തനിച്ചിരിക്കുന്നത് അവരെ ഒരുപാട് സഹായിക്കും. സ്ട്രോങ് സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്. ലോൺ വോൾഫ് പേഴ്സണാലിറ്റി ഉള്ളവരുടെ ഒരു കോർ വാല്യൂ ആണ് ഈ സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് മറ്റുള്ളവരുടെ ഒരു അപ്രൂവലിൻ്റെയോ അല്ലെ എന്തെങ്കിലും കാര്യത്തിന് മറ്റുള്ളവരുടെ അഭിപ്രായത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചാൽ അല്ലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ സ്വയം ചെയ്യാനായിട്ടും ഒരു സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ലോൺ വോൾഫ് പേഴ്സണാലിറ്റി ഉള്ളവർ. ഈ കൂട്ടരുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് ഇവർക്ക് അധികം സുഹൃത്തുക്കളൊന്നുമില്ല. ഉള്ള സുഹൃത്തുക്കൾ തന്നെ അവരുമായും തന്നെ ഒരുപാട് അങ്ങ് റിലേഷൻഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് ഈ ലോൺ വോൾഫ് പേഴ്സണാലിറ്റി ഉള്ളവർ. അവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്യുന്നതിനും അവരുടെ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിന് എല്ലാവരിൽ നിന്നും ഒരു സ്വല്പം അകലം പാലിച്ച് നിൽക്കാനും ആഗ്രഹിക്കുന്നവരാണ്. സൗഹൃദത്തിന്റെ കാര്യത്തിലെ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇക്കൂട്ടർ. ഹോബീസിന്റെയും ഇൻട്രസ്റ്റിന്റെയും കാര്യത്തിലേക്ക് വന്നാൽ സ്വന്തമായിട്ടുള്ള ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് ഈ തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ. മറ്റുള്ള ആളുകളുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഹോബീസും ഇൻട്രസ്റ്റും ഒന്നും ആയിരിക്കില്ല ഇക്കൂട്ടർക്കുള്ളത്. സ്വന്തം പാഷനും ഇൻട്രസ്റ്റും ഒക്കെ ഫോളോ ചെയ്യുന്നതിൽ സ്വന്തമായ അഭിപ്രായത്തിന് മാത്രം മുൻതൂക്കം നൽകുന്ന ഇക്കൂട്ടർ മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും, ഞാൻ എൻ്റെ ഇഷ്ടം ഈ വഴിയിലൂടെ പോയാൽ എന്നുള്ള ചിന്താഗതികളൊന്നും ഇവരെ ഒരു തരത്തിലും അലട്ടാറില്ല. സെൽഫ് റിഫ്ലക്റ്റീവ് ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ്. സ്വന്തം സ്വഭാവങ്ങൾ, ഇമോഷൻസ് ഇതിനെക്കുറിച്ചൊക്കെ സ്വയം ഒരു അവബോധമുള്ളവരാണ് ഇക്കൂട്ടർ. അതുപോലെ തന്നെ സെൽഫ് റിഫ്ലക്ഷന് കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ അവർ പാഴാക്കാറില്ല. സ്വയം കൂടുതൽ മനസ്സിലാക്കാനും പേഴ്സണൽ ഗ്രോത്ത്, എനിക്ക് കുറച്ചുകൂടിയൊക്കെ പുരോഗമിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ ഇച്ചിരി പുറകോട്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞ് കുറച്ചുകൂടി എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച്, ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ലോൺ വോൾഫ് പേഴ്സണാലിറ്റി ഉള്ളവർ. കംഫോർട്ടബിൾ വിത്ത് സൈലൻസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ളവർ. അവരെ സംബന്ധിച്ചിടത്തോളം സൈലൻസ് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല. അവർക്ക് ഒന്ന് റീചാർജ് ചെയ്യാനായിട്ട് സെൽഫ് ഡിസ്കവറിക്കുള്ള ഒരു അവസരം എന്നൊക്കെയുള്ള ഒരു നിലയിലാണ് അവർ സൈലൻസിനെ നോക്കിക്കാണും. സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് റിസോഴ്സ്ഫുൾ. സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പ്രത്യേക തരത്തിലുള്ള സ്കില്ലുള്ളവരാണ് ലോൺ വോൾഫ് പേഴ്സണാലിറ്റി ഉള്ളവർ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് സ്വയം തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ആരായാനായിട്ട് കഴിവുള്ളവരാണ് ഇക്കൂട്ടർ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന സ്വഭാവമൊന്നും ഇക്കൂട്ടർക്കില്ല. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് എനിക്കിത് പരിഹരിക്കാൻ സാധിക്കും, അല്ലെ ഇതിൻ്റെ ഇന്ന രീതികളിൽ കൂടെ പോകണം എന്ന് മനസ്സിലാക്കി ആ വഴിയിൽ കൂടെ പോകുന്നവരാണ് ഈ തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ. ലോൺ വോൾഫ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളെ പൊതുവിൽ മറ്റുള്ളവർ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. കാരണം സ്വന്തം കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മറ്റുള്ള ഒരുപാട് ആളുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. അതിന്റെ അർത്ഥം സൊസൈറ്റിയിൽ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വിമുഖത ഉള്ളത് കൊണ്ടൊന്നുമല്ല, സ്വന്തം കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പർപ്പസ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇക്കൂട്ടരെ ആളുകളുമായിട്ട് ഇടപെടാൻ കൊള്ളാത്തവർ അല്ലെങ്കിൽ നല്ല ഒരു വ്യക്തിത്വം ഉള്ളവരല്ല എന്നൊക്കെയാണ് പൊതുവിൽ കരുതുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി തന്നെയാണ്. ഒരു ലോൺ വോൾഫ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് മോശപ്പെട്ട വശങ്ങളോ ഒന്നുമില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് ആവശ്യമായ
ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടേതായ പാഷൻസ്, നമ്മുടെ പാത്ത് തിരിച്ചറിയുക, ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ നല്ലതായ രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും തന്നെ മോശപ്പെട്ട ഒരു കാര്യമല്ല. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ നമ്മൾക്ക് കഴിവ് കുറവാണെന്നൊക്കെ തോന്നിയാലും നമ്മളുടെ പേഴ്സണാലിറ്റി ലോൺ വോൾഫ് ആണ്, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണെങ്കിൽ നമ്മൾ അതിനെ എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ആ പേഴ്സണാലിറ്റി നമ്മൾ ഇഷ്ടപ്പെടുക, ലൈഫിൽ മുന്നേറാൻ ശ്രമിക്കുക. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.